റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സമീപകാലത്ത് അയർലൻഡിലെ ഇന്ത്യൻ വംശജർക്കെതിരായി നടന്ന ഗുരുതരമായ ആക്രമണങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്. ആക്രമണങ്ങൾ നടത്തിയവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യൻ സമൂഹത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്നും സൈമൺ ഹാരിസ് ഉറപ്പു നൽകി. വാട്ടർഫോർഡിൽ 6 വയസ്സുകാരിയായ മലയാളി പെൺകുട്ടി നേരിട്ട ക്രൂരമായ ആക്രമണം പ്രത്യേകിച്ച് പരാമർശിച്ച സൈമൺ ഹാരിസ് അതിനെ ഭീകരവും ഹൃദയഭേദകവുമായ സംഭവമെന്നാണ് വിശേഷിപ്പിച്ചത്. അയർലൻഡിൽ 80,000-ഓളം ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ടെന്നും രാജ്യത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് ഇന്ത്യക്കാരില്ലാതെ നിലനിൽപ്പില്ലെന്നും നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലെ ഇന്ത്യൻ സാന്നിധ്യം നിസ്തുലമാണെന്നും സൈമൺ ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അയർലൻഡ് വംശീയതയെ വെറുക്കുന്ന രാജ്യമാണ്. ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ അത് തുറന്നു പറഞ്ഞ് അപലപിക്കണം. കുറ്റവാളികളിൽ പ്രായം കുറഞ്ഞ കുട്ടികളും ഉണ്ടെന്ന കാര്യം ഏറ്റവും ആശങ്കാജനകമാണെന്നും സൈമൺ ഹാരിസ് വ്യക്തമാക്കി. സമീപകാല ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും ആശങ്കകളും നേരിട്ട് കേൾക്കുന്നതിനായി സൈമൺ ഹാരിസ് അയർലൻഡ് ഇന്ത്യ കൗൺസിലിന്റെ പ്രതിനിധികളെ കാണും. കൂടാതെ ഇന്ത്യൻ എംബസിയുടെ പ്രതിനിധികളുമായും കമ്മ്യൂണിറ്റി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 22 ദിവസത്തിനിടെ ഡബ്ലിൻ, വാട്ടർഫോർഡ് പ്രദേശങ്ങളിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നടന്ന 5 പ്രധാന ആക്രമണങ്ങളിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഗാർഡ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതേവരെ പ്രതികളായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോട്ടയംകാരുടെ 6 വയസ്സുകാരിയായ മകൾക്ക് നേരെ ഡബ്ലിനിൽ തന്നെ അതിക്രൂരമായ വംശീയ ആക്രമണം നടന്നത്. ഒരു സംഘം ആൺകുട്ടികൾ ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും സൈക്കിൾ ഉപയോഗിച്ച് കുട്ടിയുടെ രഹസ്യഭാഗങ്ങൾ ഇടിക്കുകയും ചെയ്തിരുന്നു. വീടിന് വെളിയിൽ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. ആക്രമണം നടത്തിയത് 12-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് എന്നാണ് ആക്രമണത്തിനിരയായ കുട്ടിയുടെ അമ്മ പറയുന്നത്. UK-യിലെ ഡ്രൈവിംഗ് നിയമങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വരുന്നു. നിർബന്ധിത നേത്ര പരിശോധന പരാജയപ്പെട്ടാൽ 70 വയസ്സ് കഴിഞ്ഞവരെ വാഹനം ഓടിക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള സാധ്യതയടക്കമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഗതാഗത നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ആലോചിക്കുന്നത്. കാഴ്ചശക്തി കുറവുള്ള ഡ്രൈവർമാർ മൂലമുണ്ടായ 4 മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ UK-യുടെ ലൈസൻസിംഗ് സംവിധാനത്തെ യൂറോപ്പിലെ ഏറ്റവും അയഞ്ഞത് എന്ന് ക്രോണർ വിശേഷിപ്പിച്ചതിന് ശേഷമാണ് ഈ നീക്കം. സ്കോട്ട്ലൻഡിലെ നിയമങ്ങൾക്ക് അനുസൃതമായി ഇംഗ്ലണ്ടിലും വെയിൽസിലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പരിധി കുറയ്ക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ആളുകൾക്ക് ലൈസൻസിൽ പോയിന്റുകൾ നൽകുക എന്നിവയും പരിഗണനയിൽ ഉണ്ട്. ഉടൻ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന റോഡ് സുരക്ഷാ നിയമങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ പല റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും ഫലപ്രദമല്ലെന്ന അഭിപ്രായം സർക്കാർ തലത്തിലുണ്ട്. ഓരോ വർഷവും റോഡ് അപകടങ്ങളിൽ 1600-ലധികം ആളുകൾ മരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഒരു സർക്കാർ വക്താവ് പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്കാണ് റോഡ് അപകടത്തിൽ പരിക്കേൽക്കുന്നത്. ഇതുമൂലം പ്രതിവർഷം 2 ബില്യണിലധികം പൗണ്ട് ആണ് NHSന്റെ ബാധ്യത. അതുകൊണ്ട് തന്നെ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടികളും പിഴകളും ചുമത്തി റോഡ് സുരക്ഷ ഉറപ്പുവരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കെന്റിലെ ഷെപ്പി ദ്വീപിലെ ലെയ്സ്ഡൌൺ ഓൺ ഷീയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി 3 കൗമാരക്കാരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് വാർഡൻ ബേ റോഡിൽ ഒരു സംഘർഷവും ഒരാളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ തുടർന്ന് ഉദ്യോഗസ്ഥരെയും എയർ ആംബുലൻസിനെയും വിളിച്ചു വരുത്തിയതായി കെൻ പോലീസ് പറഞ്ഞു. ഗുരുതരമായ പരിക്കേറ്റ 40 വയസ്സുള്ള ആൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി സ്ഥിരീകരിച്ചു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 14-ും 15-ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണെന്നും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പോലീസ് വക്താവ് പറഞ്ഞു. ബീച്ചിന് പിന്നിൽ ഒരു കാരവൻ പാർക്കിന് മുന്നിൽ ഒരു വലിയ സ്ഥലം പോലീസ് വളഞ്ഞിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള ഒരു പൊതുനടപ്പാതയും പോലീസ് വളഞ്ഞിട്ടുണ്ട്. തെളിവുകൾക്കായി തിരച്ചിൽ തുടരുന്നതിനിടെ സ്പെഷ്യലിസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു പോലീസ് നായയെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഞായറാഴ്ച രാത്രി പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ ഏകദേശം 100 പേർ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശത്ത് അവധിക്കാലം ആഘോഷിക്കാനെത്തിയ ഒരു ദൃക്സാക്ഷി പറഞ്ഞത്. ദാരുണമായ സംഭവത്തിൽ താൻ വളരെയധികം ദുഃഖിതനും ഞെട്ടലുള്ളവനുമാണെന്നും ഷിറ്റിംഗ് ബോൺ ആൻഡ് ഷെപ്പിയുടെ MP കെവിൻ മെക്കേന പറഞ്ഞു. ദൃക്സാക്ഷികളോ സംഭവത്തെക്കുറിച്ച് വിവരമുള്ളവരോ ബന്ധപ്പെടണമെന്ന് കെൻ പോലീസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജൂണിൽ നടന്ന അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ വിമാനത്തിന്റെ ഫ്ലൈറ്റ് റെക്കോർഡുകളിൽ നിന്നുള്ള ഡാറ്റ ഉടൻ പുറത്തുവിടണമെന്ന ആവശ്യവുമായി രംഗത്ത്. ഇക്കാര്യം അവർ ഔദ്യോഗികമായി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലുണ്ടായ കാലതാമസം അന്വേഷണത്തിലുള്ള പൊതുജനവിശ്വാസത്തെ ഗുരുതരമായി തകർക്കുന്നുവെന്നാണ് അവരുടെ വാദം. വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് അപകടം നടന്ന് 28 മണിക്കൂറിനുള്ളിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിലും രണ്ടാമത്തേത് വീണ്ടെടുക്കാൻ 3 ദിവസമെടുത്തു. രണ്ടും ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഡാറ്റ വീണ്ടെടുക്കലിനെ തുടർന്ന് 2 മണിക്കൂർ കോക്പിറ്റ് ഓഡിയോയും 49 മണിക്കൂർ ഫ്ലൈറ്റ് ഡാറ്റയും ലഭിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പൈലറ്റുമാരുടെ സംഭാഷണങ്ങളിൽ നിന്ന് വിമാനം എത്ര ഉയരത്തിലായിരുന്നു, വായുവേഗത തുടങ്ങിയ നിർണായക ഡാറ്റ ബ്ലാക്ക് ബോക്സുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് അപകടത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ അന്വേഷകരെ സഹായിക്കും.
അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾക്കനുസൃതമായി അപകടത്തിന് ഒരു മാസത്തിന് ശേഷം ഇന്ത്യൻ വ്യോമയാന അധികൃതർ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ബോയിംഗ് 787 ഡ്രീം ലൈനറിന്റെ ഇന്ധന സ്വിച്ചുകൾ പരസ്പരം ഒരു സെക്കൻഡിനുള്ളിലും പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയും റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറിയെന്നും ഇത് എഞ്ചിനുകൾക്ക് പവർ നഷ്ടപ്പെടാൻ കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. വിമാനത്തിലെ 2 പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണവും അന്വേഷകർ വിലയിരുത്തി. ഒരാൾ മറ്റൊരാളോട് എന്തിനാണ് ഇന്ധന സ്വിച്ചുകൾ മാറ്റിവെച്ചതെന്ന് ചോദിക്കുന്നു. രണ്ടാമത്തെ പൈലറ്റ് താൻ അങ്ങനെ ചെയ്തില്ലെന്ന് പറയുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ആരാണ് എന്താണ് പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകളിൽ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ ഷുമിത് സബർവാളിനോട് വിമാനത്തിന്റെ ഇന്ധന വിതരണ സ്വിച്ചുകൾ എന്തിനാണ് ഓഫാക്കിയതെന്ന് ചോദിച്ചത് കോ പൈലറ്റ് ക്ലൈവ് കുന്ദ്രാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പൂർണ്ണമായ തോതിൽ അന്വേഷണം നടത്താൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് അധികൃതർ വാദിക്കുന്നത്. എന്നാൽ ഇരകളുടെ കുടുംബങ്ങൾ ഇക്കാര്യത്തിൽ നിരാശരാണ്. അപകടത്തിൽ നിരവധി കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഇംതിയാസ് അലി ഷഹീദ് ബ്ലാക്ക് ബോക്സ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റു കുടുംബങ്ങൾക്കും കൂടി വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റോഡ് സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായി കടുത്ത നിയന്ത്രണത്തിന് മന്ത്രിമാർ. ഇതനുസരിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ അനുവദിക്കുന്ന അളവ് വെട്ടിച്ചുരുക്കാനാണ് നീക്കം. പുതിയ റോഡ് സേഫ്റ്റി സ്ട്രാറ്റജിയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന നടപടികളിലാണ് ഇതും ഉൾപ്പെടുത്തുക. 2006 റോഡ് സേഫ്റ്റി ആക്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കാരമാണിത്. ഇതുപ്രകാരം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്ന അളവ് കുറയ്ക്കാനും യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ ഡ്രൈവർമാർക്ക് പെനാൽറ്റി പോയിന്റ് നൽകുന്നതുൾപ്പെടെ കർശനമായ ശിക്ഷാവിധികളാണ് നടപ്പാക്കുകയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ 35 മൈക്രോഗ്രാം മദ്യം ശ്വാസത്തിൽ കാണാമെങ്കിലും ഇത് 22 മൈക്രോഗ്രാമായാണ് ചുരുക്കുക. മദ്യപിച്ചുള്ള വാഹന ഉപയോഗം അപകടങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ തകിടം മറിക്കുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനു പുറമെ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, പ്രായമായ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടുള്ള അപകടങ്ങൾ എന്നിവയും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. വിലവർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായി റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി GR അനിൽ. 32 ലക്ഷം വെള്ളക്കാർഡ് ഉടമകൾക്ക് 15 കിലോ അരി 10.90 രൂപ നിരക്കിലും, നീലക്കാർഡിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ 10 കിലോയും, ചുവന്ന കാർഡിന് വ്യക്തിപരമായി കിട്ടുന്നതിന് പുറമെ കാർഡ് ഒന്നിന് 5 കിലോ അരിയും നൽകും. AAY കാർഡുകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികളടക്കം 6 ലക്ഷം പേർക്ക് സൗജന്യ ഓണക്കിറ്റും അരിയും നൽകും. ഓണത്തിന് 280 കോടിയുടെ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോ വഴി വിറ്റഴിക്കും. 20 കിലോ അരി 25 രൂപയ്ക്കും 1 കിലോ മുളക് 115 രൂപയ്ക്കും നൽകും എന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്തിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. അനധികൃത പടക്കശേഖരമാണ് പൊട്ടിത്തെറിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെ വീട്ടുടമ തിരൂർ മുക്കിലപ്പീടിക സ്വദേശി അബൂബക്കർ ഷിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട് പൂർണ്ണമായും കത്തിനശിച്ചത്. രാത്രി 10:30 അപകടം നടന്നത്. തീ പടരുന്നത് കണ്ട പരിസരവാസികളും നാട്ടുകാരും തീയണയ്ക്കുകയായിരുന്നു. തുടർന്ന് തിരൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പവർ ബാങ്ക് ചാർജ് ചെയ്യാനായി വെച്ച് വീട്ടുകാർ പുറത്തുപോയതിനു പിന്നാലെയാണ് അപകടമുണ്ടായത് എന്നാണ് അന്ന് അബൂബക്കർ ഷിദ്ദീഖ് പറഞ്ഞത്. വീട്ടുപകരണങ്ങൾ, അലമാരിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു. ഡൽഹി NCRലെ എല്ലാ തെരുവ് നായ്ക്കളെയും 8 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ വിമർശിച്ച് മുൻ കേന്ദ്രമന്ത്രിയും മൃഗാവകാശ പ്രവർത്തകയുമായ മേനകാ ഗാന്ധി. വിധി അപ്രായോഗികമാണെന്നും പെട്ടെന്നുള്ള ദേഷ്യത്തിലുള്ള തീരുമാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സാങ്കേതികമായി പ്രായോഗികമല്ലാത്തതിനാൽ കോപത്തിൽ നൽകിയ വിധിയായിരിക്കാം ഇത്, പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന NGO പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നു. ഡൽഹിയിൽ നിങ്ങൾക്ക് 3 ലക്ഷം നായ്ക്കളുണ്ട്. അവയെല്ലാം റോഡുകളിൽ നിന്ന് മാറ്റാൻ 3000 കേന്ദ്രങ്ങളെങ്കിലും വേണം. ഓരോന്നിനും ഡ്രെയിനേജ്, വെള്ളം, ഒരു ഷെഡ്, ഒരു അടുക്കള, ഒരു വാച്ച്മാൻ എന്നിവ വേണം. അതിന് ഏകദേശം 15,000 കോടി രൂപ ചെലവാകും. ഇതിനായി ഡൽഹിയിൽ 15,000 കോടി രൂപയുണ്ടോ? മേനക PTIയോട് പറഞ്ഞു. നമുക്ക് അങ്ങനെയൊരു ഭൂമിയുണ്ടോ? നിങ്ങളുടെ ചുറ്റും 1000 ഏക്കർ സ്ഥലമുണ്ട്. ഓരോ കേന്ദ്രവും നടത്താൻ നിങ്ങൾക്ക് പ്രതിമാസം 5 കോടിയോളം ചെലവാകും. സർക്കാരിന് അത്രയും പണമുണ്ടോ? ഇല്ല എന്നും മേനകാ ഗാന്ധി വാദിച്ചു. സംസ്ഥാനത്ത് വീണ്ടും കുറഞ്ഞ സ്വർണ്ണവില 75,000-ൽ താഴെ എത്തി. ഇന്ന് പവന് 640 രൂപയാണ് കുറഞ്ഞത്. 74,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 80 രൂപയാണ് കുറഞ്ഞത്. 9,295 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ 75,760 രൂപയാണ് റെക്കോർഡ് ഉയരം. 3 ദിവസത്തിനിടെ പവന് 1,400 രൂപയാണ് കുറഞ്ഞത്. കഴിഞ്ഞ മാസം 23-ന് 75,000 കടന്നു കുതിച്ച സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ താഴ്ന്ന കാഴ്ചയാണ് ദൃശ്യമായത്. 74,000-ൽ താഴെ പോയ സ്വർണ്ണവിലയാണ് പിന്നീട് കുതിച്ചുയർന്ന് പുതിയ ഉയരം കുറിച്ചത്. ഈ മാസാദ്യം 73,200 രൂപയായിരുന്നു സ്വർണ്ണവില. ഒരാഴ്ചക്കിടെ 2,500 രൂപയിലധികം വർദ്ധിച്ച ശേഷമാണ് ശനിയാഴ്ച മുതൽ കുറയാൻ തുടങ്ങിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. സ്പാനിഷ് ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് ബാഴ്സലോണയും വിയാറയലും തമ്മിലുള്ള ലാ ലിഗ മത്സരം അമേരിക്കയിലെ മയാമിയിൽ വെച്ച് നടത്താൻ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. ഡിസംബർ 20-ന് ലാ ലിഗയുടെ ശീതകാലാവധിക്ക് തൊട്ടുമുൻപായി ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക.
സ്പാനിഷ് സൂപ്പർ കപ്പ് നേരത്തെ വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിലും യൂറോപ്പിലെ ഒരു മുൻനിര ലീഗിലെ ഒരു റെഗുലർ സീസൺ മത്സരം വിദേശത്ത് നടക്കുന്നത് ഇത് ആദ്യമായാണ്. ഈ നിർദ്ദേശത്തിന് യുഎഫ, ഫിഫ എന്നിവയുടെ അന്തിമ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇതിനായി RFF ഈ 2 ഫുട്ബോൾ ഭരണസമിതികൾക്കും അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. അംഗീകാരം ലഭിച്ചാൽ ലാലിഗയുടെ ആഗോളതലത്തിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ അവസരങ്ങൾ ഇത് തുറക്കും. ബാഴ്സലോണയെ പോലുള്ള ഒരു പ്രമുഖ ടീമിന്റെ മത്സരം അമേരിക്കയിൽ നടക്കുന്നത് വടക്കേ അമേരിക്കൻ വിപണിയിൽ ലീഗിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.69 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio